അനിൽ വിളയിൽ, ഈ ക്ഷേത്രാചാരങ്ങൾക്കൊക്കെ സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പോലുമില്ല. പക്ഷേ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പണം പിടുങ്ങാമോ അങ്ങനെയൊക്കെയുള്ള നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബലിത്തറകൾക്കും മറ്റും സർവീസ് ടാക്സ് ഈടാക്കുന്ന, GST ഈടാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അനിൽ വിളയിൽ, ഹിന്ദു ആചാരങ്ങൾക്ക് സർവീസ് ടാക്സ് ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ലോകത്ത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങളാണ്. ഇനി അമ്പലങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എൻട്രി ടാക്സും അമ്പലത്തിന് പുറത്തിറങ്ങണമെങ്കിൽ അതിന് ടാക്സും ഒക്കെ ഏർപ്പെടുത്തുന്നതൊന്നും തള്ളിക്കളയാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. കേരളത്തിൽ അതൊക്കെ സംഭവിച്ചുകൂടാഴികയൊന്നുമില്ല. ഇത് തീർത്തും അപലപനീയമാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് മരണപ്പെട്ടു പോയ പൂർവികർക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുക. അതിന് സർവീസ് ടാക്സ് ഈടാക്കുക എന്ന് പറയുമ്പോൾ അത് കേട്ടുകേഴ്വില്ലാത്ത അതിശയം പകരുന്ന ഒരു കാര്യമാണ്. ദേവസ്വം ബോർഡും സർക്കാരും ഇക്കാര്യത്തിൽ ഇവർക്ക് മോഷ്ടിക്കാൻ പണം ഉണ്ടാക്കുക, അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അത് നെയ്യാണെങ്കിലും വാവുബലി ആണെങ്കിലും ഒക്കെ മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും പണം വേണമല്ലോ. അതാത് സമയത്ത് ചുമതലയിൽ ഏൽക്കുന്ന ദേവസ്വം ബോർഡ് കാര്യകർത്താക്കൾക്കും ഭരണാധികാരികൾക്കും ദേവസ്വം മന്ത്രിക്കും ഒക്കെ തന്നെ പണം ഉണ്ടാക്കാനുള്ള സോഴ്സുകൾ ഉണ്ടാക്കുകയാണ്. അത് നെയ്യായിക്കൊള്ളട്ടെ, എള്ളായിക്കൊള്ളട്ടെ, പൂവായിക്കൊള്ളട്ടെ, ചന്ദനമായിക്കൊള്ളട്ടെ, ഏത് മാർഗത്തിൽ കൂടെയും പണം ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണിതൊക്കെ. ഇത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഒരു ന്യായവും ബാക്കി മതക്കാർക്ക് മറ്റൊരു ന്യായവും എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. ഇതിനെ ശക്തമായ രീതിയിൽ നിയമപരമായിട്ട് കോടതി സംവിധാനങ്ങളിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തീർത്തും തെറ്റാണ്. അതിനെ ഹിന്ദുക്കൾക്ക് ടാക്സ്, പണ്ട് ജസിയ എന്ന് പറയുന്ന അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഹിന്ദുക്കൾക്ക് നികുതി ഏർപ്പെടുത്തിയിരുന്നു. അതിന് തുല്യമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ സർക്കാർ. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ജസിയ നികുതി ഏർപ്പെടുത്താനുള്ള സാധ്യത ഇതിൽ കൂടെ തുറക്കുകയാണ്. ഇത് ഏർപ്പെടുത്തി കഴിയുമ്പോൾ വരുന്ന ആളുകൾ ജസിയ, ഹിന്ദുക്കളായിട്ട് കേരളത്തിൽ താമസിക്കണമെങ്കിൽ ജസിയ പോലുള്ള നികുതി കൊടുക്കണമെന്നുള്ളത് വരും. അതുകൊണ്ട് ഇത് തീർത്തും അപലപനീയമാണ്. ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ വെക്കുന്ന കാര്യമല്ല. അനിൽ വിളയിൽ, ഒരു കാര്യം കൂടി. കാരണം കഴിഞ്ഞ തവണ തിരുമുല്ലാവാരം കടൽത്തീരത്തടക്കം ഈ ഒരു സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വിമർശനങ്ങൾ, പരാതികളൊക്കെ നേരിട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകളൊക്കെ കോടതിയെ സമീപിച്ച സാഹചര്യവും നിലനിൽക്കുന്നു. അപ്പോൾ അതിന് പോലും കഴിയാത്തൊരു സംവിധാനമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ളൊരു പണം ഈടാക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നൊരു പ്രശ്നം കൂടി അതിനകത്തില്ലേ അനിൽ വിളയിൽ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഹിന്ദു സംഘടനകൾ വർഷങ്ങളായി തിരുമുല്ലവാരം, കടപ്പുറത്തും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വാവുബലി ചടങ്ങുകൾ സംഘടിപ്പിക്കാറുള്ളതാണ്. അതിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അവർ നിയമപരമായിട്ട് പോയി. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹിന്ദു സംഘടനകൾക്ക് അനുകൂലമായ വിധി കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന രീതിയിലാണ് കാര്യങ്ങൾ. കോടതിയിൽ തോറ്റതിന് ഹിന്ദുക്കൾക്ക് മേലെ ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ള ഹീനകരമായൊരു പ്രവൃത്തിയാണ് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനെ 100% എതിർക്കേണ്ടതാണ്. നാളെ ഹിന്ദുക്കളായി കേരളത്തിൽ വസിക്കണമെങ്കിൽ ജസിയ ഏർപ്പെടുത്തുമെന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ മിസ്റ്റർ അനിൽ വിളയിൽ.